പോകുന്നതിന് മുന്നേ നിനക്ക് ഞാൻ എൻ്റേത് മാത്രമായിട്ടുള്ള ആർക്ക് കൊടുക്കാത്ത കളക്ഷൻസ് ഇന്ത്യൻ, കൊറിയൻ, ചൈനീസ് ഓൾ കളക്ഷൻസ് നടക്കില്ല മോനെ. ഏറ്റില്ല എന്നോട് അതർക്കാം. കിക്കിലോട്ടും തങ്കമണി ചേച്ചി ചേച്ചിയോ? ഫ്രഷാ. This is a very complicated scenario. We need to drive the subject through the steps. Blueprint. ഇവനെന്നാടാ ഈ താഴത്തേക്ക് പോകുന്നത്? എന്തിട്ടവൻ കാട്ടണേ മനസ്സിലായില്ലേ? ഇല്ല. കത്തി. This is the major part. Step 1. ശങ്കു അതെന്നെയാണ് ചോദിക്കണം. സ്റ്റെപ്പിലും കയറും. ഫോക്കസ്. ഇനി ഇതിൻ്റെ ക്രൂഷ്യൽ പോയിന്റ്, സബ്ജക്റ്റിൻ്റെ വെയിറ്റ് അതറിയണം. അല്ല ഇതേതാ സബ്ജക്റ്റ്? ചോദിക്കണം. മോശമല്ലടാ, ഞാൻ ഇങ്ങനെ ചോദിക്കുക. ചോദിക്കണം. എന്താ മാടെ? എന്താന്നറിയില്ല ലിസ, നീ തടി കാരണേ ഒന്നും ശരിയാവുന്നില്ല. ഞാനിപ്പോ ഒരു 100 കിലോ വെയിറ്റ് ഉണ്ടാവും, നീ 60 കിലോ ഉണ്ടാവില്ല. 60? 52 ഉള്ളൂടാ. 52. ബെസ്റ്റ്. വിവരമില്ലാത്തോണ്ട് പറയുക. ഇതാ നമ്മുടെ വീൽ ചെയറിൻ്റെ ലിഫ്റ്റ് മെക്കാനിസത്തിൻ്റെ ബേസിക് സർക്യൂട്ട് വിത്ത് ജോയ്സ്റ്റിക്. എന്താണ് ഈ ചാറ്? കണ്ടീഷൻസ് അപ്ലൈ. ഒന്നങ്ങട് സോറിടാ, ബേസിക് സർക്യൂട്ടടാ. ഇവനെ ഈ വിവരമില്ലായ്മയുടെ പ്രശ്നം അത് ശരിയാക്കണ്ട. ഓക്കെ. So, this quarter we got to see an innovative and brilliant idea from S6 Electronics and Communication batch headed by Ramkrishnan sir. Thank you. So that's all for the day. Thank you Alex sir, our dearest principal, Vice Principal Bhairavan sir, and all those who shared the dais. Thank you. Sometimes, people with the worst past creates the best future. ഏറ്റവും മോശം ഭൂതകാലമുള്ളവരായിരിക്കും ചിലപ്പോൾ ഏറ്റവും നല്ല ഭാവി സൃഷ്ടിക്കുന്നത്. ഞാനല്ല, വിവരമുള്ള ആരോ പറഞ്ഞതാണ് കേട്ടോ. ഇന്നിവിടെ ഈ വേദിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളും മേ ബി ലൈഫിൽ തന്നെ ഏറ്റവും വലിയ ടഫ് ടൈംസിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നാണ് ഞങ്ങളുടെ ക്യാമ്പസ് ലൈഫിൽ ഒരു അർത്ഥം ഉണ്ടായത്. ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. പ്രിൻസിപ്പൽ സർ, അവർ HOD, അവർ ബാച്ച്മേറ്റ്സ് ആൻഡ് ടു ദ ഹോൾ ക്യാമ്പസ്. പക്ഷെ എല്ലാത്തിനും ഉപരി ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ ഡിയർ സീനിയേഴ്സിന്. ബിക്കോസ് നിങ്ങളില്ലെങ്കിൽ ഇന്ന് ഈ മൊമെൻ്റ് ഇല്ല. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ഇവൻറ്റിൽ ഞങ്ങൾ മെക്കാനിക്കൽ ബാച്ച് വരുമെന്ന്. ആൻഡ് ദാറ്റ് ദ ഫസ്റ്റ് എവർ മെക്കാനിക്കൽ ബാച്ച് ടു കം അപ്പ് വിത്ത് സംതിങ് സ്പെഷ്യൽ. ഈ പറഞ്ഞ സ്പെഷ്യൽ മറ്റാരും അല്ല കേട്ടോ, എലീസ.
സാറേ ഇപ്പം ഡിസ്മിസിൽ നാല് മിസ് കോളോ? എടാ ഫോൺ അടിച്ച് കേട്ടില്ലേ? ബിസി മാം. പിന്നെ ചിന്നുന്റെ വീട്ടിൽ നിന്നാണല്ലോ. ഹലോ ഹലോ. ആ ബാലു, അവൾ ഇറങ്ങിയില്ലായിരുന്നോ? ഇന്ന് വൈകിട്ടല്ലേ, നാളെ പുറപ്പെടുന്നാ പറഞ്ഞേ. വിളിച്ചിട്ടാണ് ഔട്ട് ഓഫ് റേഞ്ച്. അവള് എപ്പോഴേ പോയില്ലോ മാത്രേ. ആണോ? ആ ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം. എന്താടാ? അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന്. അവളിതുവരെ എത്തിയില്ലെന്ന്. എന്താടാ? ചിന്നുനെ വിളിച്ച് കിട്ടുന്നില്ലടാ. ചിന്നു, നീ എന്താ കുട്ടികളി കളിക്കണേ? ഹലോ, എന്താ വിളിച്ച ഫോൺ എടുത്താ? ഹലോ, ഞാൻ ലാസ്റ്റ് കോൾ ഡീറ്റെയിൽസ് കണ്ട് വിളിക്കുക. ആരാ? പെട്ടെന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റൽ വരെ ഒന്ന് വരാമോ? വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് ഞാനിപ്പോൾ ഈ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത്. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മനസ്സിലൊരു വിങ്ങലോട് കൂടിയല്ലാതെ ഇത് കേൾക്കുന്ന ആളാണ് ഇപ്പം ഇരിക്കാൻ സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഇതിലൊരു അവസാനമില്ല. വായിച്ചില്ലേ? എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാ. ഓ, 18 വയസ്സേ ഉള്ളൂ. കഷ്ടമായി പോയി. എന്നാ പറയാനാ? എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ അവശനിലയിൽ കണ്ടു. കേരളക്കരയിൽ വീണ്ടും ഒരു ദുരന്ത കഥ. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മരണം. ഈ കൊലക്കേസിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ കരുതുന്നുണ്ട്. നമ്മുടെ പെങ്ങന്മാരും പഠിക്കാൻ പോണേ. പോലീസ് അന്വേഷണത്തിലേക്ക്. ദുരൂഹതകൾ ബാക്കിയാക്കി പെൺകുട്ടി മരണത്തിലേക്ക്. പലതവണ പീഡനത്തിനിരയായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജോബി, നമുക്ക് കൂടുതൽ ആളുകളുടെ പ്രതികരണത്തിലേക്ക് ഈ പോകാം. പറയണ ഭരണം പരാജയപ്പെട്ടു. ഇനി വേണ്ടി വന്ന ഞങ്ങളൊരു ഹർത്താലിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പ്രതികരിക്കാൻ ആരുമില്ലാത്തത് കൊണ്ടാണോ കേരളം വീണ്ടും ഒരു പീഡനം കൂടി കാണേണ്ടി വരുന്നത്? ഒരിക്കലുമല്ല. എല്ലാവർക്കും തുല്യനീതിയാണ് ഈ സർക്കാർ നൽകുന്നത്. പ്രതിപക്ഷത്തിന്റെ മണ്ഡലത്തിനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാളത്തെ ഹർത്താലിൽ ഭരണപക്ഷം ശക്തമായി പ്രതിഷേധിക്കുന്നതാണ്. മരിച്ച കുട്ടിയുടെ സഹപാഠിയായ എൽദു നമ്മുടെ കൂടെ സ്റ്റുഡിയോയിലുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മോർച്ചറിക്ക് പുറത്താണ്. ഒരു സൂചി കണ്ടാൽ പോലും കരയുന്ന ഞങ്ങളുടെ കൂട്ടുകാരിയെ ഇപ്പോൾ അവിടെ കുത്തിക്കീറി കിടത്തിരിക്കുന്നത്. അവളവിടെ തനിച്ചാക്കി പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പോഴും എന്നെ മൂടുന്ന വല്ലാത്തൊരു കുളിരുണ്ട്.
പക്ഷേ ഇപ്പൊ ഞാനിവിടെ വന്നത് ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയാ. നോക്കിയടാ, ഇന്ന് ഈ ചർച്ച അവസാനിപ്പിച്ചു മൈക്ക് ഓഫ് ചെയ്യുന്നോടെ നിങ്ങൾക്കെല്ലാവർക്കെല്ലാം പഴയതുപോലെ. പക്ഷേ നഷ്ടം അത് ഞങ്ങൾക്ക് മാത്രം. കൊന്നതാ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഞങ്ങളുടെ കൊന്നു കളഞ്ഞതാ. കൊന്നതിന്റെ പേരിൽ ഹർത്താൽ നടത്താനാണെങ്കിൽ അതിന്റെ പേരിൽ കാണുന്നവർക്കെല്ലാം വീട്ടിലിരുന്ന് കുപ്പി പൊട്ടിച്ച് ആഘോഷിക്കാനാണെങ്കിൽ എന്താ ഒരു കാര്യം നിങ്ങളെല്ലാവരും ഓർത്തോ, നിങ്ങൾ ഓരോരുത്തരും ആഘോഷിക്കുന്നത് ഞങ്ങളുടെ കൂട്ടുകാരിയുടെ മരണ. എന്റെ മോൾക്ക് ഇങ്ങനൊന്നും, എന്റെ പെങ്ങളെല്ലാം എല്ലാ ദിവസവും നേരത്തെ വീട്ടിൽ വരാറുണ്ടല്ലോ. എന്റെ 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 ഇങ്ങനെ പറഞ്ഞിരുന്നവരാ ഞങ്ങൾ ഓരോരുത്തരും. എന്നാ ഇന്ന് അവള് ഞങ്ങളുടെ കൂടെ ഇല്ല. ഞാൻ വരാം. പക്ഷേ നാളെ ഞങ്ങൾ അവളുടെ കൂടെ തന്നെ ഉണ്ടാവും. തടുക്കാൻ പറ്റുന്നവർക്ക് തടുക്കാം. ഞങ്ങൾ ആ കോളേജ് പിള്ളേർക്ക് ഫുൾ സപ്പോർട്ടായിരിക്കും. നാളെ നമ്മൾ എന്തായാലും കോളേജിൽ പോയിരിക്കും. ഹർത്താല എന്ത് കാര്യത്തിന്? ഈ രാഷ്ട്രീയക്കാരെ അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് മാത്രമാണ്. ഞങ്ങൾ നാളെ എന്തായാലും കോളേജിലുണ്ടോ? എല്ലാവരും കോളേജിലുണ്ടോ? പ്രതിപക്ഷത്തിന്റെ ഭാഗത്തും വീഴ്ചയുണ്ടെന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അല്ലല്ലല്ല, ഞാൻ ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ സഹപാഠി പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഭരണപക്ഷത്തിനും പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിക്കും മാത്രമാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് നാളെ ഞങ്ങൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സർ, വിദ്യാർത്ഥി സംഘടനകളുടെയും പൊതുജനത്തിന്റെയും പ്രതികരണങ്ങളിൽ നിന്ന് പ്രകടമാകുന്നത് പോലീസിനോടും ആഭ്യന്തര വകുപ്പിനോടുമുള്ള കടുത്ത പ്രതിഷേധമാണ്. സാറിന്റെ പ്രതികരണം? ഇത് ഒരൊറ്റപ്പെട്ട സംഭവമാണ്. ഈ നാട്ടിൽ 1.5 കോടിയോളം വരുന്ന സ്ത്രീകൾ ഇവിടെ സ്വസ്ഥവും സുരക്ഷിതരുമായി ജീവിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വാർത്തയില്ലല്ലോ. ഇങ്ങനൊരു കുട്ടിക്ക് സംഭവിച്ചത് എത്തേണ്ടാത്ത സ്ഥലത്ത് എത്തരുതാത്ത സമയത്ത് എത്തിയതുകൊണ്ടാണ്. സർക്കാരിന്റെ കഴിവുകേടുകൊണ്ടല്ലേ ഇന്നലെ ആ പെൺകുട്ടിക്ക് അങ്ങനെ സംഭവിച്ചത്? അത് മറച്ചു വെക്കാനല്ലേ സാർ ഇപ്പോൾ നോക്കുന്നത്? ഒരിക്കലുമല്ല. ഉദാഹരണത്തിന്, നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു നായ, അത് അതിന്റെ കൂട്ടിൽ എല്ലാ ദിവസവും രാത്രി സുഖമായി കിടന്നുറങ്ങുന്നു. ഒരു ദിവസം ആ നായ കൂട് പൊട്ടിച്ച് മതില് ചാടി പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനെ ഒരു തെരുവ് നായ വലിച്ചു കീറി കടിച്ചു കൊന്നാൽ ആ തെരുവ് നായയെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ? അതിന്റെ കൂട്ടിൽ തന്നെ കിടന്ന പോലെ. I have a simple submission before the honorable court. ബഹുമാനപ്പെട്ട കോടതി, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പ്രകാരം അഡീഷണൽ പ്രതിയായി പേര് ചേർക്കപ്പെട്ടിട്ടുള്ള ആ 4 പേർക്ക് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹാജരാക്കിയ PW6 ഗവൺമെന്റ് സർജനെ വിസ്തരിക്കണം. പ്രൊസീഡ്. താങ്കളാണ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് അല്ലേ? അതെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പീഡന ശ്രമവും തലക്കടി കൊണ്ടതുമാണ് മരണകാരണമെന്ന്. യെസ്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ കൂടി. നമ്മുടെ ഈ വിക്ടിം മരിക്കുന്നതിന് 2 മാസങ്ങൾക്ക് മുൻപ് അബോർഷൻ ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാപ്പൻ ടു ബി എ സർജിക്കൽ അബോർഷൻ അല്ലേ? യെസ്, എക്സാക്ട്ലി. ഡോക്ടർ പ്രസാദ്,
ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ താങ്കൾ ഏത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS MD പാസ്സായത്? വാട്ട് യുവർ ഓണർ ഹി ഈസ് ട്രൈയിങ് ടു ആൺസ്പർശമില്ലാതെ ദിവ്യഗർഭം ധരിച്ച പരിശുദ്ധ കന്യാമറിയത്തിന് പോലും ഒരു ഗർഭപാത്രം ഇല്ലാതിരുന്നതായി എങ്ങും പറയുന്നില്ല. പക്ഷേ ഈ നിൽക്കുന്ന ഗവൺമെന്റ് സർജനെ അതിനേക്കാൾ ദിവ്യമായി ഗർഭം ധരിപ്പിക്കാനും അത് അബോർട്ട് ചെയ്യിപ്പിക്കാനും റിപ്പോർട്ടുകളിലൂടെ കഴിയും. സംഭവം നടക്കുന്നതിന് 8 മാസങ്ങൾക്ക് മുമ്പുള്ള ഈ വെരിഫൈഡ് റിപ്പോർട്ട് പ്രകാരം പെൺകുട്ടിക്ക് സെർവിക്കൽ ക്യാൻസർ ആയിരുന്നുവെന്നും ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പെൺകുട്ടിയുടെ സെർവിക്സും യൂട്രസും സർജിക്കലി റിമൂവ് ചെയ്തതിന്റെ റിപ്പോർട്ടാണ്. ഡേറ്റഡ് 14/8/2016. അതിന് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞു? ചെറിയ സർജറി അല്ലേ? Hereby submitting the report. ഗർഭപാത്രമില്ലാത്തൊരു പെൺകുട്ടി ഗർഭം ധരിക്കുക എന്നത് അത്ഭുതം. അതേ ഗർഭത്തെ അബോർട്ട് ചെയ്യുക എന്നത് മഹാത്ഭുതം. ഇത്തരം അത്ഭുതങ്ങൾ നടത്തുന്ന ഇവനെ പോലുള്ളവരെ ഡോക്ടർ നല്ല യുവർ ഓണർ വിളിക്കേണ്ടത്. ബിക്കോസ് he is a technically qualified government certified medical criminal. Objection, your honor. Yes, you will object. സത്യം അക്കമിട്ട് നിർത്തുമ്പോൾ എതിർക്കാതിരിക്കാനാവില്ല. ബിക്കോസ് യു ആർ an advocate of lies. അഡ്വക്കേറ്റ് മുകുന്ദൻ, ഇത് കോടതിയാണ്. ഇവിടെ നിങ്ങൾ മാത്രം വാദമുയർത്തിയാൽ പോരാ. സത്യം എന്താണെന്ന് നിങ്ങളല്ല, ബഹുമാനപ്പെട്ട കോടതിയാണ് പറയേണ്ടത്. മിസ്റ്റർ കാളു, നിങ്ങൾക്ക് ക്രോസ് ചെയ്യാനുള്ള അവസരം ഞാൻ തരാം. യു മേ കണ്ടിന്യൂ. കൊല്ലപ്പെട്ട ഉണ്ണിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഓഫീസറെ ചോദ്യം ചെയ്യണം. പ്രൊസീഡ്. ഇല്ലാത്ത സാക്ഷിയുടെ പറയാത്ത മൊഴി, അതിനൊന്നും ചോദിക്കേണ്ടതില്ല. എങ്കിലും ഒരു ചോദ്യം. ഒരു സുപ്രഭാതത്തിൽ ഏതോ ഒരു പയ്യൻ എന്തോ ഒന്ന് പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. അതെന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ മൊഴിയായി സ്വീകരിച്ചത്? അന്നേ ദിവസത്തെ അവന്റെ ടവർ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തിരുന്നു. അതിൽ നിന്നും ആ പെൺകുട്ടിയുടെ റേപ്പ് ആൻഡ് മർഡർ അറ്റംപ്റ്റ് നടന്നിരുന്ന സ്പോട്ടിൽ അവനുള്ളതായി ഞങ്ങൾ സ്ഥിരീകരിച്ചു. അത്രേ ഉള്ളൂ. എത്ര എളുപ്പത്തിൽ ടവർ ലൊക്കേഷൻ കിട്ടി അല്ലേ? അങ്ങനെ അവൻ ദൃക്സാക്ഷിയായി. സാക്ഷി, വിറ്റ്നസ്. A witness has to be genuine, trustworthy, and above all, he or she should have an ethical code of conduct. 2 juvenile court കേസുകൾ, അതിൽ 2 attempt to molest a woman. ഈ ചെറുപ്രായത്തിൽ തന്നെ 3 സ്കൂളുകളിൽ നിന്നും ഡിസ്മിഷൻ, 4 അടിപിടി കേസുകൾ. ഇതാണ് പ്രോസിക്യൂട്ടർ ഹാജരാക്കിയ the most eloquent, most believable, most trustworthy witness in the profile. പ്രോസിക്യൂഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത്രയും സൽസ്വഭാവിയായ ഒരു ദൈവപുത്രൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ സാക്ഷി, അല്ലെങ്കിൽ അവനാണ് എല്ലാത്തിനും സാക്ഷിയായ പ്രതി. ഒബ്ജക്ഷൻ, യുവർ ഓണർ. ഡിഫൻസ് സാക്ഷിയെ പ്രതിയായി ചിത്രീകരിച്ച് കേസിന്റെ ഗതി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സാക്ഷിയുടെ പാസ് റെക്കോർഡ്സ് നോക്കിയിട്ടല്ല മൊഴി രേഖപ്പെടുത്തണോ വേണ്ടോ തീരുമാനിക്കുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ദ പ്രൂഫ് ആൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രൂഫ് ഹാസ് ബീൻ സബ്മിറ്റഡ് ബിഫോർ ദ ഓണറബിൾ കോർട്ട്. പിന്നെ മുൻകാല ജീവചരിത്രം നോക്കിയാണ് മൊഴി രേഖപ്പെടുത്തുന്നതെങ്കിൽ ഇവിടെ മരിച്ചുപോയ പെൺകുട്ടിയുടെ മുൻകാല ചരിത്രം ഒരു വട്ടം ചർച്ച ചെയ്ത് എല്ലാവരും ഓർത്തെടുത്താൽ നന്നായിരിക്കും. യു ക്യാൻ ചെക്ക് ദ റെക്കോർഡ്സ്, അഡ്വക്കേറ്റ് മുകുന്ദൻ. നടു റോഡിൽ പാതിരാത്രിക്ക് പല പല പുരുഷന്മാരുമായി മാറി മാറി ചുംബിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ് മൊഴി കൊടുത്തത് സർവീസിലുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അഡ്വക്കേറ്റ് മൂന്നിന് സാക്ഷിയായിട്ട് ഇനി അതും പോരാതെ വരുമോ? പോലീസ് ഉദ്യോഗസ്ഥർ മതി മതി, അത് കാളൂരിന്റെ സാക്ഷികളാവുമ്പോൾ ധാരാളം. പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച ആ പോലീസുകാരെ വിസ്തരിക്കണം. അസമയത്ത് ഈ പെൺകുട്ടി 1-ലധികം പുരുഷന്മാരെ അസാധാരണമായ രീതിയിൽ ചുംബിക്കുകയും ആലിംഗനം ചെയ്തതായി കണ്ടു എന്നാണ് നിങ്ങൾ അന്വേഷണ സംഘത്തിന് കൊടുത്ത റിപ്പോർട്ട്, അല്ലേ? അതെ. അസമയത്തൊരു പെൺകുട്ടി. ഏതാണ് ആ സമയം? നിങ്ങൾ അസമയത്ത് പെൺകുട്ടിയെ കണ്ടവരില്ലേ? എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഏത് സമയമാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? അത് അല്ല, പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. അത് പിന്നെ രാത്രി. രാത്രി അസമയമാണോ? അല്ല, ഞാൻ അപ്പൊ അങ്ങനെയല്ല, പാതിരാത്രി. പാതിരാത്രി അസമയമാണ്. പാതിരാത്രി അല്ലേ സാറേ? അപ്പൊ ഒരു പെൺകുട്ടിയെ അസാധാരണമായ രീതിയിൽ കണ്ടാൽ ഓക്കെ 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 എന്താണ് ഈ അസാധാരണം? അത് പിന്നെ ഒബ്ജക്ഷൻ, യുവർ ഓണർ. ഡിഫൻസ് സാക്ഷികളെ അനാവശ്യമായി ചോദ്യങ്ങൾ ഉന്നയിച്ച് കൺഫ്യൂസ് ചെയ്യുകയാണ്. എങ്കിൽ നിങ്ങൾ പറയണം
എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ അസമയമെന്ന് നിയമപുസ്തകങ്ങൾ മാത്രം ഉദ്ധരിച്ച് വാദിക്കുന്ന മിസ്റ്റർ കാളൂർ പറയണം. ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? അങ്ങനെ ആണിന് മാത്രമില്ലാത്തൊരു അസമയം ഒരു പെൺകുട്ടിക്ക് മാത്രമായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ദി ബേസിക് റൈറ്റ്സ് ഓഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ, റൈറ്റ് ടു ഈക്വാലിറ്റി, ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അസമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടതായി സാക്ഷികൾ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ആ സമയം ഏതാണെന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ കോടതിക്ക് കഴിയണം. മിസ്റ്റർ മുകുന്ദൻ, നിങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ പ്രിവിലേജസിനെ ഒരിക്കലും ചോദ്യം ചെയ്യരുത്. ഐ വിൽ ക്വസ്റ്റ്യൻ ദ കോർട്ട്. ചോദ്യം ചെയ്യപ്പെടേണ്ടത് കോടതിയാണെങ്കിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. കാരണം കോടതിയേക്കാൾ വലുതാണ് സത്യം. അല്ലെങ്കിൽ കോടതി ഉറക്കെ വിളിച്ച് പറയണം, നമ്മുടെ ഈ നാട്ടിൽ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ അസമയമാണ്. ആ സമയത്ത് പുറത്തിറങ്ങുന്ന പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന യാതൊന്നിനും നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുകയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി അസാധാരണം. എന്താണ് ഈ അസാധാരണം? ഒരാണും പെണ്ണും ഒരുമിച്ച് എവിടെയുണ്ടോ അവിടെ അസാധാരണം. ഒരുമിച്ച് സംസാരിച്ചാൽ അസാധാരണം, ഒരുമിച്ച് നടന്നാൽ അസാധാരണം, ഒരു ബൈക്കിന് പോയാൽ അസാധാരണം, ഒരു സിനിമയ്ക്ക് പോയാൽ അസാധാരണം. അത് പിന്നെ മനുഷ്യനായാൽ അല്പം സദാചാരബോധമൊക്കെ കാണില്ലേ സാറേ? സദാചാരം അന്യന്റെ സ്വകാര്യതയിലേക്ക് വലിഞ്ഞു കയറി ചെല്ലാനുള്ള ഇവന്റെയൊക്കെ ലൈസൻസിന്റെ പേരല്ല സദാചാരം. യുവർ ഓണർ, അഡ്വക്കേറ്റ് മുകുന്ദൻ പറയുന്ന കേട്ടാ തോന്നും ഇങ്ങനൊരു കൊലപാതകമേ നടന്നിട്ടില്ല എന്ന്. അദ്ദേഹത്തിന് സാക്ഷികളെ വിശ്വാസമില്ല, സാക്ഷി മൊഴികളെ വിശ്വാസമില്ല, പോലീസിന് വിശ്വാസമില്ല, എന്തിന് ബഹുമാനപ്പെട്ട കോടതിയെ പോലും വിശ്വാസമില്ല. പിന്നെ എന്താണാവോ മിസ്റ്റർ മുകുന്ദന് വിശ്വാസം? കോടതി മുൻപാകെ ഒരു സാക്ഷിയെ, ഒരൊറ്റ സാക്ഷിയെ വിസ്തരിക്കാൻ ഞാൻ അനുവാദം തേടുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്താ ഇത്? ഒറ്റ സാക്ഷിയല്ലേ ഉള്ളൂ, വാദം മുന്നോട്ട് പോട്ടെ. ഇദ്ദേഹം ഹാജരാക്കിയതുപോലെ സാക്ഷികളുടെ ഒരു നീണ്ട പട്ടികയൊന്നും എനിക്കില്ല. ഒരൊറ്റ സാക്ഷി, ഒരേ ഒരു സാക്ഷി. പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന എന്റെ ഈ കക്ഷി കുറ്റം സമ്മതിച്ചതിനാൽ അദ്ദേഹം അല്ല കുറ്റം ചെയ്തത് എന്ന് സമർത്ഥിക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ അതിലൊരു ചോദ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ നിൽക്കുന്ന എന്റെ കക്ഷിയാണോ കുറ്റക്കാരൻ, അതോ എന്റെ കക്ഷി മാത്രമാണോ കുറ്റക്കാരൻ? ഇത് ബോധിപ്പിക്കുന്നതിനായി രണ്ടുപേരെ വിസ്തരിക്കാനുള്ള അനുവാദം തരണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. യു മേ പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. രവീന്ദ്രൻ അല്ലേ? എന്ത് ചെയ്യുന്നു? സിവിൽ പോലീസ് ഓഫീസർ. എവിടെ? സിറ്റി സെന്റർ സോൺ. യുവർ ഓണർ, the witness is a police officer. ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ? പരിചയമില്ല, പക്ഷെ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? നമ്മുടെ സിറ്റി സർക്കിൾ തന്നെ. Can you please explain? ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങുന്ന വഴിയാണ്. അന്ന് യൂണിഫോമിലല്ല, MG റോഡ് ജംഗ്ഷനിൽ ഇത്തിരി മാറിയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് കുട്ടിയെ കാണുന്നത്. അപ്പോൾ എത്ര മണിയായി കാണും? അന്നേരം ഒരു രാത്രി 12:30 ആയിട്ടുണ്ടോ? രാത്രി 12:30. അപ്പോൾ അവരെവിടെയെങ്കിലും പോയിട്ട് വന്നതായിരിക്കും. രാത്രി ആയതുകൊണ്ട് നിങ്ങൾ അവരെ വീട്ടിൽ കൊണ്ടുവിട്ടോ? അങ്ങനെ ചെയ്യായിരുന്നു, തനിച്ചായിരുന്നെങ്കിൽ. തനിച്ചല്ലായിരുന്നു? അല്ല സർ, കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നു കൂടെ. പറയൂ. പിന്നെ സർ, നടു റോട്ടിൽ വെച്ച് കെട്ടിപ്പുണർന്ന് ഉമ്മ വെക്കുന്ന സാർ കണ്ടത്. നടു റോഡിലോ? അതെ, ഒന്നല്ല, ഒരു 3-4 ചെറുപ്പക്കാർ കൂടി ഉണ്ടായിരുന്നു. യുവർ ഓണർ, പ്ലീസ് നോട്ട് ദിസ് പോയിന്റ്. മിസ്റ്റർ ജബ്ബാർ, നിങ്ങളുടെ സുഹൃത്ത് രവീന്ദ്രൻ പറഞ്ഞതിനോട് പൂർണ്ണമായും നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ട് സർ. ഏതോ പാർട്ടി കഴിഞ്ഞ് വരുമെന്ന് തോന്നുന്നു. മദ്യത്തിന്റെ ലഹരിയിലാണ് അവർ ഞങ്ങളോട്. ഈ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് അത് നിങ്ങൾ വല്ല കേസ് രജിസ്റ്റർ ചെയ്തോ? ഇല്ല സാർ. ഒന്നാമത് അന്ന് ഞങ്ങൾ ഡ്യൂട്ടിയിലല്ലായിരുന്നു. പിന്നെ പിള്ളേരില്ലേ സാറേ, അപ്പോ പിള്ളേരാണ് യുവർ ഓണർ. പുതിയ തലമുറയിലെ പിള്ളേർ പാതിരാത്രിക്ക് മദ്യപിച്ച് സദാചാര പരിസര ബോധമില്ലാതെ നടു റോഡിൽ ചുംബിക്കുന്ന യൗവനത്തിന്റെ പേരാണ് ന്യൂ ജനറേഷൻ. താങ്ക് യു മിസ്റ്റർ ജബ്ബാർ, യു മേ പ്ലീസ് ലീവ്. യുവർ ഓണർ, ഇവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ച സുപ്രധാനമായ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാവുന്നത്. എന്റെ കക്ഷിയാണോ കുറ്റക്കാരൻ, അതോ എന്റെ കക്ഷി മാത്രമാണോ കുറ്റക്കാരൻ? കൊല്ലപ്പെട്ട ഈ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് പരിചയപ്പെടുത്താനായി ഞാൻ അങ്ങയുടെ അനുവാദം ചോദിക്കുകയാണ്. താങ്ക് യു യുവർ ഓണർ. ആസ് പെർ ദ റെക്കോർഡ്സ്, കൊല്ലപ്പെട്ട പെൺകുട്ടി 10ാം ക്ലാസ് വരെ പഠിച്ചത് കോ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരു കോൺവെന്റിലാണ്. തുടർന്ന് +1 +2 ഒരു ഗേൾസ് ഹൈസ്കൂളിൽ,
അച്ഛനോ അടുത്ത ബന്ധുക്കളോ ഇല്ലാത്ത തന്റെ ജീവിതത്തിൽ അന്നേ വരെ ഒരു ആൺകുട്ടിയുമായിട്ട് ഒരു ക്ലാസ് മുറിയിൽ പോലും സഹവസിക്കാത്ത ഒരു പെൺകുട്ടിക്ക് ആണെന്ന വർഗത്തിനോട് തോന്നാവുന്ന കൗതുകം തികച്ചും സ്വാഭാവികം. എന്നിട്ട് അവൾ കോളേജിൽ ജോയിൻ ചെയ്ത കൊല്ലം മറ്റു ബ്രാഞ്ചസിൽ സീറ്റ് അവൈലബിലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പൊതുവിൽ ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുകയും അതും അറിഞ്ഞുകൊണ്ട് തന്നെ പഠിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് സ്വാഭാവികം. പക്ഷേ അതേ ആൺകുട്ടികളുമായി അർദ്ധരാത്രി അസമയത്ത് നടുറോട്ടിൽ മാറി മാറി പരസ്പരം ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നതിലെ അസ്വാഭാവികത എനിക്കെന്നല്ല ഈ കോടതിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനും മനസ്സിലാവില്ല. ഇത് തെളിയിക്കുവാനായി ഒരാളെ വിസ്തരിക്കുവാനുള്ള അനുവാദം തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഗവൺമെന്റ് ഫോറൻസിക് സർജൻ ഡോക്ടർ പ്രസാദ്. PW6 ഡോക്ടർ പ്രസാദ്. താങ്കൾ സമർപ്പിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പി അല്ലേ? യെസ് യുവർ ഓണർ, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് എന്റെ ട്രംപ് കാർഡ്. റിപ്പോർട്ടിൽ പ്രോസിക്യൂഷൻ യാദൃച്ഛികമല്ലാതെ കണ്ടില്ല എന്ന് നടിച്ച പേജ് നമ്പർ 9 and which says that within the last 2 months this girl has undergone an abortion. റെക്കോർഡ്സ് പ്രകാരം വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഈ പെൺകുട്ടി കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ അബോർഷൻ ചെയ്തതായിട്ട് ഈ റിപ്പോർട്ട് പറയുന്നു. Am I right, Dr. Prasad? Yes. As per our examination, at 4 months the fetus was aborted and we could confirm that it was a surgical abortion. So my lord, may I repeat my same question one last time? എന്റെ ഈ കക്ഷിയാണോ കുറ്റക്കാരൻ അതോ എന്റെ കക്ഷി മാത്രമാണോ കുറ്റക്കാരൻ? കാരണം എന്റെ ഈ കക്ഷിയുടെ മുൻകാല റെക്കോർഡ്സ് പ്രകാരം ഒരു പെറ്റി കേസ് പോലും ചാർജ് ചെയ്തിട്ടില്ല, ഒരു പെൺകുട്ടികളോടും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല. ഇവിടെ മദ്യത്തിന്റെ ലഹരി എന്തെങ്കിലും അറിയാതെ ചെയ്തതാവാം. പക്ഷേ എന്റെ കക്ഷിക്ക് മുമ്പൊരിക്കലും മറ്റു ഒരു പെൺകുട്ടികളോടും തോന്നാത്തൊരു വികാരം ഈ പെൺകുട്ടിയോട് മാത്രം എങ്ങനെ തോന്നി എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. She was at the wrong place at the wrong time with the wrong emotions. ആയതിനാൽ എന്റെ കക്ഷിക്ക് നിയമത്തിന്റെ ഇളവുകൾ നൽകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. That's all, Your Honor. ആ ബാലു, ഞാൻ വിളിക്കാതിരിക്കായിരുന്നു. റവന്യൂ മിനിസ്റ്റർ രാജിവെച്ചു. ഞങ്ങളതിന്റെ തിരക്കിലാണേ. നിങ്ങളുടെ ഇതിപ്പോ പ്രതിയെ കിട്ടിയല്ലോ. ഇനിയിപ്പോ പക്ഷേ ആ ട്രാക്കർ സെക്ഷനിലേക്ക് ബാലു, ഞാൻ തിരിച്ചു വിളിക്കാവേ. പിന്നെ നീ അവർ പറയണ കേട്ടു. ചേട്ടൻ സംഭവം ഇല്ലേ? അവളില്ലേ ആ റേപ്പേസിലെ പെണ്ണ്, സംഭവം കേസ് ഇട്ടായിരുന്നു. ആ പിള്ളേരൊക്കെ വെച്ചോണ്ടിരിക്കണായിരുന്നു അതിനെ. പട്ടി എടാ ബാലു, ആരതിനെ കാണാൻ വന്നിട്ടുണ്ട്. ബാലു അല്ലേ? അതെ. ആരാ? ഞാൻ ആരാ, എന്തിനാ? ചോദ്യങ്ങൾ ഒരുപാടുണ്ടാവും. പക്ഷേ ഒന്നിനെ പോലും ഞാൻ ഉത്തരം തരില്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ചോദ്യങ്ങൾ ഉണ്ടാവരുത്. സംശയിക്കണ്ട, ബാലുവിന് എന്നെ അറിയില്ല. നമ്മുടെ ഈ സംസാരത്തിന് ശേഷവും അതങ്ങനെ തന്നെയായിരിക്കും. ആയിരിക്കണം. അവളെ കൊന്നത് അവനല്ല. നമുക്കിടയിൽ ചോദ്യങ്ങളില്ല ബാലു, അതുകൊണ്ട് തന്നെ ഉത്തരങ്ങളും. ഞാൻ കണ്ടതാ.
ഇന്ന് നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന അവൾക്ക് വേണ്ടി പ്രതികരിക്കുന്നത് കണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഇന്നിവിടെ വന്നത്. നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കാണില്ല. എന്നെ തേടി വരരുത്. വന്നാലും അവര് പറഞ്ഞാൽ വല്ല സത്യം ഉണ്ടാവണം ബാലു. അവരെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. സോറി. ഹലോ, ആ ശബ്ദം ഞാൻ ലാസ്റ്റ് കോൾ ഡീറ്റെയിൽസ് കണ്ട് വിളിച്ചതാ. അതെനിക്ക് ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അവര് പറഞ്ഞ ശരിയാണെങ്കിൽ അതിലൊരുത്തൻ ഒരു വിദ്യാർത്ഥിയും. അവന് എനിക്ക് ഇനിയെങ്കിലും നീയൊക്കെ മനസ്സിലായിക്കോ. തൊലി വെളുപ്പിലോ ലുക്കിലോ അല്ല കാര്യം. മനസ്സിലായോ? മനസ്സിലായോ? എന്നിട്ടാ ഇക്കണ്ട നേരൊക്കെ അവൻ ഫോണും പിടിച്ചിരുന്നു. ബോറടിക്കണില്ലേ? എനിക്കാണെ ബോറടിച്ചിട്ട് വയ്യ. എങ്ങനെ ഇങ്ങനെ ഇരിക്കണേ? ഞാനേ അവന്മാരെ വിളിക്കാൻ പോവാ. ഹലോ ചിന്നു, ഞാൻ എത്ര നേരം ഇതിനോട് വെയിറ്റ് ചെയ്തിരിക്കണു? ചിന്നു വിളിക്കണെന്ന് പറഞ്ഞല്ലേ? എന്നോട് മിണ്ടണ്ട. ഈ താടകന്മാരുടെ ഇടയിൽ കൊണ്ടിട്ടിട്ട് ഇനി ഒരിക്കലും ഞാൻ വിളിക്കില്ല. അവളാടെ വിളിച്ചത് ചിന്നു. ഇനി വിളിക്കൂലെന്ന് പറഞ്ഞു. ഇനി ഒരിക്കലും വിളിക്കില്ലെന്ന് പറഞ്ഞ അങ്ങ് പോവാണോ? ഞാൻ വിളിക്കാൻ പോണായിരുന്നു. ആണോ? എന്നതാ വിശേഷിച്ച്? വിശേഷമൊന്നുമില്ല. എന്നാ പിന്നെ വെച്ചിട്ട് പോവാൻ മേലെ. രാത്രി പെൺകുട്ടിയെ വിളിച്ച് ശല്യം ചെയ്യാതെ. കളിയാക്കണല്ലേ? എന്നാ ഞാൻ വെക്കട്ടെ. ഓ, അപ്പൊ ഇത്ര ഉള്ളൂ അല്ലേ? അവിടെ ആരുള്ളത്? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനാണ് ഇവിടുത്തെ മെയിൻ. ടെറസിലേക്കാ? ഒറ്റ നോട്ടത് പറഞ്ഞ അവളുടെ ക്ലാസ്സിലേക്ക് വന്ന പുതിയ പയ്യന്മാരെ പോലെയായിരുന്നു ഞങ്ങൾ അവൾക്ക്. ഒരാഴ്ച കൊണ്ട് അവളെ ഇവിടുന്ന് കെട്ടിക്കെട്ടിക്കണമെന്ന് വിചാരിച്ച് ഞങ്ങളെ ഒരു ദിവസം കൊണ്ട് അവൾ കയ്യിലെടുത്തു, ഞങ്ങൾ പോലും അറിയാതെ. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ജന്തുവിനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പ്രാവശ്യം പറ്റിയെന്നേ ഉള്ളൂ. അടുത്ത പ്രശ്നം എന്തായാലും സത്യം. ഒറ്റയ്ക്കാണോ ഇതൊക്കെ ചെയ്യുന്നേ? നിങ്ങളാടന്നോ, ഞാൻ വരാം. കഴിഞ്ഞോടാ? ഇതിപ്പോ കഴിയുക. പിന്നെ മറ്റേ ഫ്ലെക്സിന്റെ നിന്നെ ഏൽപ്പിച്ചതല്ലേ? അത് ഞാൻ ഒന്ന് ചെയ്യാന്ന് വെച്ചാ. അവളെ കുറിച്ച് ക്യാമ്പസിൽ അല്ലറച്ചില്ല ടോക്കൊക്കെ വരുന്നുണ്ട്. അത് കാര്യാക്കാനൊന്നുമില്ലടാ. ഈ തൊട്ടും പിടിച്ചുള്ള അവളുടെ നടത്തവും സംസാരവും ഈ പറഞ്ഞു നടക്കുന്നവരെ നാവടപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമല്ലടാ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്.
എനിക്കറിയാലോ അവളെ. നീ അവളോടൊന്ന് സൂചിപ്പിച്ചേക്ക്. അപ്പോൾ ശരി. അവളെ കുറിച്ച് ക്യാമ്പസിൽ അലർച്ചകൾ ടോക്കൊക്കെ വരുന്നുണ്ട്. ഈ തൊട്ടുപിടിച്ചുള്ള അവളുടെ നടത്തവും സംസാരവും ഇവിടെ ഉണ്ടാവുന്നു. ഇവിടെ ഇരിക്കുമായിരുന്നോ? എന്തെന്ന് ലാബിലേക്ക് വരായിരുന്നു എന്തോ ചായ? ഞാനും ജബിനെ എങ്ങനെയൊക്കെ ഒപ്പിച്ചു. ഇങ്ങനെ ഇരിക്കല്ലേ, ഇങ്ങനെ ഇരിക്കും നിങ്ങൾ, എനിക്കിഷ്ടല്ല. അച്ചായ വന്നേ. നീ പൊക്കോ, ഞാൻ വരാം. എന്താടാ? ഞാൻ വരാം. എടാവേ, നിന്നെ ഇവിടെ എഴുന്നേപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒരു സമാധാനത്തിന് വേണ്ടി ഇവിടെ വന്നിരുന്നത്. അപ്പൊ അവൻ ശല്യം. അവൾ കരയുന്നത് കണ്ടപ്പോഴാണ് അവളെ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ലെന്ന സത്യം ഞാൻ മനസ്സിലാക്കി. പിന്നീട് ഓരോ ദിവസവും എന്തോ ഭയങ്കരമായിട്ട് ഞാൻ അവളിൽ നിന്ന് അകന്നു പോകുന്നത് പോലെയായിരുന്നു. എന്നെപ്പോലുള്ള പിള്ളേരെ സമ്മതിക്കണം. ഇതൊക്കെ പഠിച്ച പോലെ പാസ്സാവും. ഇൻഡെക്സ് ഓടിക്കാം. ഡിസ്റ്റർബൻസ്. ഹലോ, എന്താടി? ഹലോ കൂലി, നീ എവിടെയാ? ഞാനോ? ഐ ആം ദ സ്റ്റഡി. നാളെ എക്സാം അല്ലേ? യു നോ. ഞാൻ റെഡി. എന്തിന്? സെക്കൻഡ് ഷോ രാവിലെ പറഞ്ഞല്ലേ? സെക്കൻഡ് ഷോയാ? അതെല്ലാം നീ വിശ്വസിച്ചോ? എന്തായാലും 10 മിനിറ്റിനകം അവന്മാരും കൂട്ടി പുറത്തേക്ക് വന്നേക്കണം. ഒന്ന് പോയടെ ഒന്ന്. പിന്നെ നീ എല്ലാം പഠിച്ചിട്ടേ നടക്കൂല. എന്താണ് അവിടെ ശബ്ദം? ഒന്നുമില്ലടാ. ടുമാറോ ഐ ആം ദ ടോപ്പർ. ആരുകടെ? ചിന്നുവാടാ. നടക്കൂല മോളെ. ചിന്നു നടത്തും മോനെ. നടത്തുന്ന പറഞ്ഞ നീ എന്തിനാണ് ഓടണം? ഒന്നുമില്ല. എനിക്ക് പഠിക്കണോന്ന്. പിന്നെ നീയൊക്കെ പഠിച്ച പാസ് ആവില്ലാന്ന് എന്നേക്കാ നന്നായിട്ട് നിനക്കറിയാലോ. മുനീറെ, നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. ഓക്കെ. എന്ത് ഇല്ല ഇല്ല ഇല്ല? മനസ്സിലായില്ലേ? മനസ്സിലായ? എന്താടി പറയടി? നീ ആരാണെങ്കിൽ പറയടി. ഹലോ. അപ്പൊ പേടിയുണ്ട്. അയ്യോ അയ്യോ കട്ട് ചെയ്ത. Toma. Yes. You owe me $100. 100 രൂപയല്ലേ തരാടി. These guys, man. Disgusting. Tom, Tom, Tom. ഒരു മുറി വന്ന് പാർത്തായ. ഒരു മുറി. Tom, Tom, Tom.